പലരും ഭയങ്കര പാനിക്കായിട്ട് മെസ്സേജുകൾ അയച്ച് ചോദിക്കുന്നുണ്ട്, IMൻ്റെ ഈ റീസെൻ്റ് അപ്ഡേറ്റ്, എക്സാമിനുണ്ടായിട്ടുള്ള റീസെൻ്റ് അപ്ഡേറ്റ് എക്സാം കൂടുതൽ ടഫാകുമോ എന്ന്. സിനാരിയോയിൽ നിന്നും കേസ് ബേസ്ഡ് സ്റ്റഡിയിലേക്ക് മാറുമ്പോൾ അത് കൂടുതൽ പ്രയാസമാവുമെന്നാണ് പലരുടെയും സംശയം. ഒരു കാര്യം ഞാൻ പറയാം, കൺസെപ്റ്റൽ അണ്ടർസ്റ്റാൻഡിങ്, അപ്ലിക്കേഷൻ ഓഫ് നോളജ്, ലോജിക്കൽ തിങ്കിങ്, ഈ 3 കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ CMAക്ക് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഈ പുതിയ അപ്ഡേറ്റ് ആക്ച്വലി നമ്മുടെ എക്സാം ഈസി ആകുകയാണ് ചെയ്യുക. IMA പറഞ്ഞിട്ടുള്ളത് കൂടുതൽ അപ്ലിക്കേഷൻ ഓഫ് നോളജിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡിലേക്ക് മാറുന്നതാണ്. കൂടുതൽ ഗൈഡ് ലൈൻസ് വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ലീപ് ട്രെയിനിങ്ങിൽ ആക്ച്വലി ഈ 3 കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ CMA പ്രിപ്പയർ ചെയ്യിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഗൈഡ് ലൈൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫോർമാറ്റ് ഒന്ന് ഫെമിലിയറൈസ് ആവാനേ ഉള്ളൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ സ്റ്റുഡൻസിന്. നിങ്ങൾ ഇങ്ങനെയല്ല നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ റൈറ്റ് മെത്തഡോളജി ഉപയോഗിച്ചിട്ട് വേണം പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്കിത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ IMA ആക്ച്വലി ഈ ഒരു ടെസ്റ്റ് മോഡൽ CPA എക്സാമുകളിലൊക്കെ ടാസ്ക് ബേസ്ഡ് സിമുലേഷനായിട്ട് CPA ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ കുറച്ചും കൂടിയും CMAയുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് IMA ഈ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഭയമൊന്നും വേണ്ട, നമുക്ക് റൈറ്റ് മെത്തഡോളജിയിലുള്ള പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ റൈറ്റ് മെത്തഡോളജിയുള്ള ട്രെയിനിങ് ആണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. സി യു വിത്ത് മോർ ലേണിങ്സ്.